ഓം ശാന്തി. 17/1/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഈ ഭാരതം സ്വർഗമായിരുന്നപ്പോൾ നിങ്ങൾ ഘോര പ്രകാശത്തിലായിരുന്നു. ഇപ്പോൾ അന്ധകാരമാണ്. വീണ്ടും പ്രകാശത്തിലേക്ക് പോകാം. ചോദ്യം: ബാബ തൻ്റെ കുട്ടികളെ ഏതൊരു കഥ കേൾപ്പിക്കുവാൻ വന്നിരിക്കുന്നു? ഉത്തരം: ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഞാൻ നിങ്ങളെ 84 ജന്മങ്ങളുടെ കഥ കേൾപ്പിക്കുന്നു. നിങ്ങൾ ഏറ്റവും ആദ്യത്തെ ജന്മത്തിലായിരുന്നപ്പോൾ ഒരേ ഒരു ദേവതാധർമ്മമായിരുന്നു. പിന്നെ നിങ്ങൾ തന്നെ 2 യുഗങ്ങൾക്ക് ശേഷം വലിയ വലിയ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു, ഭക്തി ആരംഭിച്ചു. ഇപ്പോൾ ഇത് നിങ്ങളുടെ ഏറ്റവും അന്തിമത്തിലെ ജന്മമാണ്. നിങ്ങൾ ദുഃഖം ഹരിച്ച് സുഖമുണ്ടാക്കുന്നവനെ വരൂ എന്ന് വിളിച്ചു. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നു. ഗീതം. ഇന്ന് അന്ധകാരത്തിലാണ് മനുഷ്യൻ. ഓം ശാന്തി. കുട്ടികളായ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഇത് കലിയുഗി ലോകമാണ്. എല്ലാവരും അന്ധകാരത്തിലാണ്. ഭാരതം സ്വർഗമായിരുന്നപ്പോൾ ആദ്യം പ്രകാശത്തിലായിരുന്നു. സ്വയം ഹിന്ദു എന്ന് പറയുന്ന ഭാരതവാസികൾ യഥാർത്ഥത്തിൽ ദേവീദേവന്മാരായിരുന്നു. മറ്റൊരു ധർമ്മവും ഇല്ലാതിരുന്നപ്പോൾ ഭാരതത്തിൽ സ്വർഗവാസികൾ ഉണ്ടായിരുന്നു. ഒരേ ഒരു ധർമ്മമായിരുന്നു. സ്വർഗം, വൈകുണ്ഠം, ബഹിഷ്ത്, ഹെവൻ, ഇതെല്ലാം ഈ ഭാരതത്തിൻ്റെ നാമങ്ങളായിരുന്നു. ഭാരതം പവിത്രവും പ്രാചീനവും ധനവാനും ആയിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഭാരതം ദരിദ്രമാണ്. കാരണം ഇപ്പോൾ കലിയുഗമാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ അന്ധകാരത്തിലാണ്. സ്വർഗത്തിലായിരുന്നപ്പോൾ പ്രകാശത്തിലായിരുന്നു. സ്വർഗത്തിൻ്റെ രാജരാജേശ്വരനും രാജരാജേശ്വരിയും ശ്രീ ലക്ഷ്മി നാരായണന്മാരായിരുന്നു. അതിനെ സുഖധാമം എന്ന് പറയുന്നു. ബാബയിൽ നിന്ന് തന്നെയാണ് നിങ്ങൾക്ക് സ്വർഗത്തിൻ്റെ സമ്പത്ത് നേടേണ്ടത്. അതിനെ ജീവൻ മുക്തി എന്ന് പറയുന്നു. ഇപ്പോഴാണെങ്കിൽ എല്ലാവരും ജീവൻ ബന്ധനത്തിലാണ്. വിശേഷിച്ച് ഭാരതവും. രാവണന്റെ ജയിലിലാണ്, ശോകവാടികയിലാണ്. രാവണൻ കേവലം ലങ്കയിലുണ്ടായിരിക്കുകയും രാമൻ ഭാരതത്തിലുണ്ടായിരിക്കുകയും രാവണൻ വന്ന് സീതയെ അപഹരിക്കുകയും ചെയ്തു എന്നല്ല. ഇതെല്ലാം കെട്ടുകഥകളാണ്. ഗീതയാണ് മുഖ്യം. സർവശാസ്ത്രമയി ശിരോമണി ശ്രീമദ്, അതായത് ഭഗവാനാൽ കേൾപ്പിക്കപ്പെട്ടത് ഭാരതത്തിൽ. മനുഷ്യന് ആരുടെയും സദ്ഗതി ചെയ്യുവാൻ സാധിക്കില്ല. സത്യയുഗത്തിൽ ഉണ്ടായിരുന്നവർ ജീവൻ മുക്ത ദേവീ ദേവന്മാരാണ്. അവർ ഈ സമ്പത്ത് കലിയുഗ അന്ത്യത്തിൽ നേടിയിരുന്നു. ഭാരതവാസികൾക്ക് ഇതറിയില്ല. ഏതെങ്കിലും ശാസ്ത്രങ്ങളിലുമില്ല. ശാസ്ത്രങ്ങളിലുള്ളത് ഭക്തിമാർഗത്തിൻ്റെ ജ്ഞാനമാണ്. സദ്ഗതി മാർഗത്തിൻ്റെ ജ്ഞാനം മനുഷ്യരിൽ തീർത്തും ഇല്ല. എല്ലാവരും ഭക്തി പഠിപ്പിക്കുന്നവരാണ്. ശാസ്ത്രങ്ങൾ പഠിക്കൂ, ദാനപുണ്യം ചെയ്യൂ എന്ന് പറയും. ഈ ഭക്തി ദ്വാപരം മുതൽ തുടർന്നു വന്നു. സത്യയുഗത്തിലും ത്രേതായിലും ജ്ഞാനത്തിൻ്റെ പ്രാപ്തിയാണ്. അവിടെയും ഈ ജ്ഞാനം തുടർന്നു വരുന്നു എന്നല്ല. ഭാരതത്തിന് ഈ സമ്പത്ത് ബാബയിൽ നിന്നും സംഗമയുഗത്തിൽ തന്നെയാണ് ലഭിച്ചിരുന്നത്. അത് വീണ്ടും ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഭാരതവാസികൾ നരകവാസിയും പരിധിയില്ലാത്ത ദുഃഖിതരുമാകുമ്പോൾ വിളിക്കുന്നു, ഹേ പതീത പാവന, ദുഃഖം ഹരിച്ച് സുഖമുണ്ടാക്കുന്നവനെ എന്ന്. ആരുടേതാണ്? സർവരുടെയും. കാരണം വിശേഷിച്ച് ഭാരതത്തിലും പൊതുവായി മുഴുവൻ ലോകത്തിലും
എല്ലാവരിലും 5 വികാരങ്ങളുണ്ട്. ബാബയാണ് പതീത പാവനൻ. ബാബ പറയുന്നു, ഞാൻ കൽപ്പകൽപ്പങ്ങളിൽ കൽപ്പത്തിന്റെ സംഗമത്തിൽ വരുന്നു. സർവരുടെയും സദ്ഗതി ദാതാവ് ആകുന്നു. അഹല്യമാർ, ഗണികമാർ, ഗുരുക്കന്മാർ അവരെല്ലാവരുടെയും ഉദ്ധാരണം എനിക്ക് തന്നെ ചെയ്യേണ്ടി വരുന്നു. കാരണം ഇത് പതീത ലോകമാണ്. പാവന ലോകം എന്ന സത്യയുഗത്തെയാണ് പറയുന്നത്. ഭാരതത്തിൽ ഈ ലക്ഷ്മി നാരായണന്റെ രാജ്യമുണ്ടായിരുന്നു. ഇവർ സ്വർഗത്തിന്റെ അധികാരിയായിരുന്നു എന്ന് ഭാരതവാസികൾ അറിയുന്നില്ല. പതീത ഖണ്ഡം എന്നാൽ അസത്യഖണ്ഡം, പാവനഖണ്ഡം എന്നാൽ സത്യഖണ്ഡം. ഭാരതം പാവനഖണ്ഡമായിരുന്നു. ഈ ഭാരതം അവിനാശി ഖണ്ഡമാണ്. അതൊരിക്കലും വിനാശമാകുന്നില്ല. ഇവരുടെ, അതായത് ലക്ഷ്മി നാരായണന്റെ രാജ്യമുണ്ടായിരുന്നപ്പോൾ മറ്റൊരു ഖണ്ഡവും ഉണ്ടായിരുന്നില്ല. അവയെല്ലാം പിന്നീടാണ് വരുന്നത്. മനുഷ്യനാണെങ്കിൽ കൽപ്പം ലക്ഷം വർഷങ്ങളാണ് എന്ന് എഴുതിയിരിക്കുന്നു. ബാബ പറയുന്നു, കൽപ്പത്തിന്റെ ആയുസ് 5000 വർഷമാണ്. മനുഷ്യൻ 84 ലക്ഷം ജന്മമെടുക്കുന്നു എന്ന് അവർ പറയുന്നു. മനുഷ്യനെ നായും പൂച്ചയും കഴുതയും മറ്റുമെല്ലാം ആക്കിയിരിക്കുകയാണ്. എന്നാൽ നായയുടെയും പൂച്ചയുടെയും ജന്മം വേറെയാണ്. 84 ലക്ഷം വെറൈറ്റി ഉണ്ട്. മനുഷ്യരുടേത് ഒരേ ഒരു വെറൈറ്റി തന്നെയാണ്. മനുഷ്യൻ്റേത് തന്നെയാണ് 84 ജന്മങ്ങൾ. ബാബ പറയുന്നു, ഭാരതവാസികൾ തൻ്റെ ധർമ്മത്തെ ഡ്രാമ പ്ലാൻ അനുസരിച്ച് മറന്നുപോയി. കലിയുഗ അന്ത്യത്തിൽ തീർത്തും പതീതമായിരിക്കുന്നു. പിന്നെ ബാബ സംഗമത്തിൽ വന്ന് പാവനമാക്കുന്നു. ഇതിനെ പറയുന്നത് ദുഃഖധാമം എന്നാണ്. പിന്നെ ഭാരതം സുഖധാമമാകും. ബാബ പറയുന്നു, ഹേ കുട്ടികളെ, നിങ്ങൾ ഭാരതവാസികൾ സ്വർഗവാസിയായിരുന്നു. പിന്നെ നിങ്ങൾ 84 ജന്മങ്ങളുടെ പടികളിറങ്ങുന്നു. സതോയിൽ നിന്നും രജോ തമോയിലേക്ക് തീർച്ചയായും വരേണ്ടതുണ്ട്. ദേവതമാരായ നിങ്ങളെപ്പോലെ ധനികരും എവർ ഹാപ്പിയും എവർ ഹെൽത്തിയും വെൽത്തിയുമായി ആരും ഉണ്ടായിരിക്കുന്നില്ല. ഭാരതം എത്ര സമ്പന്നമായിരുന്നു! വജ്ര വൈഡൂര്യങ്ങൾ കല്ലുകൾ പോലെയായിരുന്നു. 2 യുഗങ്ങൾക്ക് ശേഷം ഭക്തി മാർഗത്തിൽ ഇത്രയും വലിയ വലിയ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുന്നു. അതും എത്ര വലിയ ക്ഷേത്രമാണ് ഉണ്ടാക്കിയത്! സോമനാഥന്റെ ക്ഷേത്രം വലുതിലും വലുതായിരുന്നു. ഒരു ക്ഷേത്രം മാത്രമായിരിക്കുകയില്ലല്ലോ ഉണ്ടായിരിക്കുക. മറ്റ് രാജാക്കന്മാരുടെയും ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു. എത്ര കൊള്ളയടിച്ചു കൊണ്ടുപോയി! ബാബ കുട്ടികളായ നിങ്ങൾക്ക് സ്മൃതി വരുത്തുന്നു. നിങ്ങളെ എത്ര ധനികരാക്കിയിരുന്നു! നിങ്ങൾ സർവഗുണസമ്പന്നവും 16 കലാ സമ്പൂർണവുമായിരുന്നു. യഥാ മഹാരാജ മഹാറാണി. അവരെ ഭഗവാൻ ഭഗവതി എന്നും പറയാൻ സാധിക്കും. എന്നാൽ ബാബ മനസ്സിലാക്കിച്ചു തന്നു, ഭഗവാൻ ഒന്നേ ഉള്ളൂ, അത് ബാബയാണ്. ഈശ്വരൻ എന്നോ പ്രഭു എന്നോ പറയുന്നത് കൊണ്ട് മാത്രം അത് എല്ലാ ആത്മാക്കളുടെയും പിതാവാണ് എന്നത് ഓർമ്മ വരുന്നില്ല. ബാബ കഥ ഇരുന്ന് കേൾപ്പിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിലെ ജന്മമാണ്. ഒരാളുടെ കാര്യമല്ല. ഏതെങ്കിലും യുദ്ധത്തിൻ്റെ മൈതാനമോ മറ്റോ ഇല്ല. ഭാരതവാസികൾ അവരുടെ രാജ്യമുണ്ടായിരുന്നു എന്നത് മറന്നുപോയി. സത്യയുഗത്തിൻ്റെ ആയുസ് നീണ്ടതാക്കുന്നതിലൂടെ വളരെ ദൂരെ കൊണ്ടുപോയി. ബാബ വന്ന് മനസ്സിലാക്കിച്ചു തരുന്നു, മനുഷ്യരെ ഭഗവാൻ എന്ന് പറയുവാൻ സാധിക്കില്ല. മനുഷ്യന് ആരുടെയും സദ്ഗതി ചെയ്യുവാൻ സാധിക്കില്ല. സർവരുടെയും സദ്ഗതി ദാതാവും പതീതരെ പാവനമാക്കുന്നവനും ഒന്നാണ് എന്ന ചൊല്ലുണ്ട്.
ഒരേ ഒരു സത്യമായ ബാബയാണ് സത്യഖണ്ഡത്തിന്റെ സ്ഥാപന ചെയ്യുന്നവൻ. പൂജയും ചെയ്യുന്നു, പക്ഷേ ഭക്തി മാർഗത്തിൽ. നിങ്ങൾ ആരുടെ പൂജ ചെയ്തു വന്നുവോ ഒരാളുടെ പോലും ബയോഗ്രഫി അറിയുന്നില്ല. അതിനാൽ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങൾ ശിവജയന്തി ആഘോഷിക്കുന്നുണ്ടല്ലോ. ബാബ പുതിയ ലോകത്തിന്റെ രചയിതാവാണ്. ഹെവൻലി ഗോഡ് ഫാദറാണ്. പരിധിയില്ലാത്ത സുഖം നൽകുന്നവനാണ്. സത്യയുഗത്തിൽ വളരെയധികം സുഖമുണ്ടായിരുന്നു. അത് എങ്ങനെ, ആര് സ്ഥാപിച്ചതാണ്? ഇത് ബാബ തന്നെ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. നരകവാസികളെ വന്ന് സ്വർഗവാസിയാക്കുക, അല്ലെങ്കിൽ ഭ്രഷ്ടാചാരികളെ ശ്രേഷ്ഠാചാരി ദേവതയാക്കുക, ഇത് ബാബയുടെ തന്നെ കാര്യമാണ്. ബാബ പറയുന്നു, ഞാൻ കുട്ടികളായ നിങ്ങളെ പാവനമാക്കി മാറ്റുന്നു. നിങ്ങൾ സ്വർഗത്തിന്റെ അധികാരിയാകുന്നു. നിങ്ങളെ പതീതമാക്കുന്നത് ആരാണ്? ഈ രാവണൻ. ദുഃഖവും ഈശ്വരൻ തന്നെയാണ് നൽകുന്നത് എന്ന് മനുഷ്യർ പറയുന്നു. ബാബ പറയുന്നു, ഞാനാണെങ്കിൽ എല്ലാവർക്കും ഇത്രയും സുഖം നൽകുന്നു. പിന്നെ നിങ്ങൾ പകുതി കൽപ്പം ബാബയെ സ്മരിക്കുകയില്ല. പിന്നെ എപ്പോഴാണോ രാവണ രാജ്യം ഉണ്ടാകുന്നത്, അപ്പോൾ എല്ലാവരുടെയും പൂജ ചെയ്യുവാൻ തുടങ്ങുന്നു. ഇതാണ് നിങ്ങളുടെ വളരെ ജന്മങ്ങളുടെ അന്തിമത്തിലെ ജന്മം. ബാബ നമ്മൾ എത്ര ജന്മം എടുത്തിട്ടുണ്ട് എന്ന് ചോദിക്കുന്നു. ബാബ പറയുന്നു, മധുരമായ ഭാരതവാസികളെ, ഹേ ആത്മാക്കളെ, ഇപ്പോൾ നിങ്ങൾക്ക് പരിധിയില്ലാത്ത സമ്പത്ത് നൽകുന്നു. കുട്ടികളെ, നിങ്ങൾ 84 ജന്മങ്ങൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ 21 ജന്മത്തേക്ക് വേണ്ടി ബാബയിൽ നിന്നും സമ്പത്ത് എടുക്കുവാനായി വന്നിരിക്കുന്നു. എല്ലാവരും ഒരുമിച്ച് വരികയില്ല. നിങ്ങൾ തന്നെയാണ് സത്യയുഗത്തിന്റെ സൂര്യവംശി പദവി വീണ്ടും നേടുന്നത്. അതായത് സത്യമായ സത്യബാബയിൽ നിന്നും, സത്യ നരനിൽ നിന്നും നാരായണനാകുന്നതിന്റെ ജ്ഞാനം കേൾക്കുന്നു. ഇതാണ് ജ്ഞാനം, അതാണ് ഭക്തി. ശാസ്ത്രങ്ങൾ മറ്റുമെല്ലാം ഭക്തി മാർഗത്തിനു വേണ്ടിയാണ്. അത് ജ്ഞാനമാർഗത്തിൻ്റെതല്ല. ഇതാണ് സ്പിരിച്വൽ ആത്മീയ നോളജ്. സുപ്രീം ആത്മാവ് ഇരുന്ന് നോളജ് നൽകുന്നു. കുട്ടികൾക്ക് ദേഹി അഭിമാനി ആകേണ്ടി വരും. സ്വയം ആത്മാവാണ് എന്ന് നിശ്ചയിച്ച് എന്നെ മാത്രം ഓർമ്മിക്കൂ. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ആത്മാവിൽ തന്നെയാണ് നല്ലതും മോശവുമായ സംസ്കാരമുള്ളത്. അതനുസരിച്ച് തന്നെയാണ് മനുഷ്യർക്ക് നല്ലതോ മോശമോ ആയ ജന്മം ലഭിക്കുന്നത്. ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു, പാവനമായിരുന്ന ഇവർ അന്തിമ ജന്മത്തിൽ പതീതമാണ്. തത്വം. പിതാവാകുന്ന എനിക്ക് ഈ പഴയ രാവണന്റെ ലോകത്തിൽ, പതീത ലോകത്തിൽ വരേണ്ടി വരുന്നു. ആർക്കാണോ വീണ്ടും ആദ്യ നമ്പറിലേക്ക് പോകേണ്ടത്, ആ ശരീരത്തിലാണ് വരേണ്ടത്. സൂര്യവംശികൾ തന്നെയാണ് പൂർണ്ണമായും 84 ജന്മങ്ങൾ എടുക്കുന്നത്. ഇതാണ് ബ്രഹ്മാവും ബ്രഹ്മവംശി ബ്രാഹ്മണരും. ബാബ ദിവസവും മനസ്സിലാക്കിച്ചു തരുന്നു, കല്ല് ബുദ്ധിയിൽ നിന്നും പവിഴ ബുദ്ധിയാക്കി മാറ്റുന്നത് ചിറ്റമ്മയുടെ വീട്ടിൽ പോകുന്നത് പോലെയല്ല. അതായത് എളുപ്പമുള്ള കാര്യമല്ല. ഹേ ആത്മാക്കളെ, ഇപ്പോൾ ദേഹി അഭിമാനിയാകൂ. ഹേ ആത്മാക്കളെ, ഒരു ബാബയെ ഓർമ്മിക്കൂ, രാജധാനിയെ ഓർമ്മിക്കൂ. ദേഹത്തിന്റെ സംബന്ധം ഉപേക്ഷിക്കൂ. എല്ലാവർക്കും മരിക്കണം. എല്ലാവരുടെയും വാനപ്രസ്ഥ അവസ്ഥയാണ്. ഒരു സദ്ഗുരുവിനല്ലാതെ ആർക്കും സർവരുടെയും സദ്ഗതി ദാതാവാകുവാൻ സാധിക്കില്ല. ബാബ പറയുന്നു, ഹേ ഭാരതവാസികളായ കുട്ടികളെ, നിങ്ങൾ ആദ്യം എന്നിൽ നിന്നും വേർപിരിഞ്ഞു. ആത്മാക്കളും പരമാത്മാവും വളരെ കാലം വേർപിരിഞ്ഞിരുന്നു എന്ന് പാടപ്പെടുന്നു.
ആദ്യം ഭാരതവാസികളായ നിങ്ങൾ ദേവീ ദേവതാ ധർമ്മത്തിലുള്ളവരാണ് വന്നിരിക്കുന്നത്. മറ്റു ധർമ്മത്തിലുള്ളവർക്ക് ജന്മങ്ങൾ കുറവായിരിക്കും. മുഴുവൻ ചക്രവും എങ്ങനെ തിരിയുന്നു എന്നതും ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ആർക്കാണോ ധാരണ ചെയ്യിക്കുവാൻ സാധിക്കാത്തത് അവർക്കും വളരെ സഹജമാണ്. ആത്മാക്കളാണ് ധാരണ ചെയ്യുന്നത്. പുണ്യ ആത്മാവും പാപാത്മാവും ആകുന്നുവല്ലോ. ഇത് നിങ്ങളുടെ 84ാമത്തെ അന്തിമ ജന്മമാണ്. നിങ്ങൾ എല്ലാവരും വാനപ്രസ്ഥ അവസ്ഥയിലാണ്. വാനപ്രസ്ഥ അവസ്ഥയിലുള്ളവർ ഗുരുവിനെ സ്വീകരിക്കുന്നു. മന്ത്രം എടുക്കുന്നതിനു വേണ്ടി നിങ്ങൾക്കാണെങ്കിൽ ഇപ്പോൾ ദേഹധാരി ഗുരുവിൻ്റെ ആവശ്യമില്ല. ഞാൻ നിങ്ങളുടെ എല്ലാം പിതാവും ടീച്ചറും ഗുരുവുമാണ്. എന്നെ പറയുന്നതും ഹേ പതീത പാവനായ ശിവ് ബാബ എന്നാണ്. ഇപ്പോൾ സ്മൃതി വന്നിരിക്കുന്നു. എല്ലാ ആത്മാക്കളുടെയും പിതാവാണ്. ആത്മാവ് സത്യമാണ്, ചൈതന്യമാണ്. കാരണം അമരമാണ്. സർവ ആത്മാക്കളിലും പാർട്ട് നിറഞ്ഞിരിക്കുന്നു. ബാബയും സത്യവും ചൈതന്യവുമാണ്. ആ ഒന്ന് മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപം ആയത് കാരണം പറയുന്നു, ഞാൻ മുഴുവൻ വൃക്ഷത്തിൻ്റെ ആദി മധ്യ അന്ത്യത്തെ അറിയുന്നു. അതിനാൽ എന്നെ നോളജ്ഫുൾ എന്ന് പറയുന്നു. നിങ്ങൾക്കും മുഴുവൻ നോളജ് ഉണ്ട്. ബീജത്തിൽ നിന്നും വൃക്ഷം എങ്ങനെയാണ് വരുന്നത്? വൃക്ഷം വളരാൻ സമയമെടുക്കുന്നുവല്ലോ. ബാബ പറയുന്നു, ഞാൻ ബീജരൂപമാണ്. അന്തിമത്തിൽ മുഴുവൻ വൃക്ഷവും ജീർണിച്ച അവസ്ഥ പ്രാപിക്കുന്നു. ഇപ്പോൾ നോക്കൂ, ദേവീ ദേവതാ ധർമ്മത്തിൻ്റെ ഫൗണ്ടേഷൻ ഇല്ല. പ്രായേണ മറഞ്ഞിരിക്കുന്നു. എപ്പോഴാണോ ദേവതാധർമ്മം മറഞ്ഞു പോകുന്നത് അപ്പോൾ ബാബയ്ക്ക് വരേണ്ടി വരുന്നു. ഒരു ധർമ്മത്തിൻ്റെ സ്ഥാപന ചെയ്ത് ബാക്കി എല്ലാത്തിൻ്റെയും വിനാശം ചെയ്യിക്കുന്നു. പ്രജാപിത ബ്രഹ്മാവിലൂടെ ബാബ ആദി സനാതന ദേവീ ദേവതാ ധർമ്മത്തിൻ്റെ സ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ മുഴുവൻ ഡ്രാമയും തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെ അവസാനം ഉണ്ടായിരിക്കുന്നില്ല. ബാബ വരുന്നത് അന്തിമത്തിലാണ്. സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ നോളജ് കേൾപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായും സംഗമത്തിൽ വരും. നിങ്ങളുടേത് ഒരു ബാബയാണ്. ആത്മാക്കളെല്ലാം ബ്രദേഴ്സാണ്. മൂലവതനത്തിൽ വസിക്കുന്നവരാണ്. ആ ഒരു ബാബയെ സർവരും ഓർമ്മിക്കുന്നു. ദുഃഖത്തിൽ സർവരും സ്മരിക്കുന്നു. രാവണ രാജ്യത്തിൽ ദുഃഖം തന്നെയാണല്ലോ. ഇവിടെ സ്മരിക്കുന്നു. അപ്പോൾ ബാബ സർവരുടെയും ഒരേ ഒരു സദ്ഗതി ദാതാവാണ്. ആ ഒന്നിന് തന്നെയാണ് മഹിമയുള്ളത്. ബാബ വന്നില്ലായിരുന്നുവെങ്കിൽ ഭാരതത്തെ ആര് സ്വർഗമാക്കി മാറ്റും? ഇസ്ലാമി തുടങ്ങിയ ആരെല്ലാം ഉണ്ടോ എല്ലാവരും ഈ സമയം തമോ പ്രധാനമാണ്. എല്ലാവർക്കും പുനർജന്മം തീർച്ചയായും എടുക്കണം. ഇപ്പോൾ പുനർജന്മം ലഭിക്കുന്നത് നരകത്തിലാണ്. സ്വർഗത്തിലേക്ക് പോകുന്നതൊന്നുമില്ല. സ്വർഗവാസിയായി എന്ന് ഹിന്ദുക്കൾ പറയുന്നു. അപ്പോൾ തീർച്ചയായും നരകത്തിലായിരുന്നല്ലോ. ഇപ്പോൾ സ്വർഗത്തിലേക്ക് പോയി. നിങ്ങളുടെ നാവ് മധുരിതമാക്കുന്നു. സ്വർഗവാസിയായി എങ്കിൽ പിന്നെ നരകത്തിലെ ആസുരീയ വൈഭവങ്ങൾ നിങ്ങൾ അവരെ എന്തിനു കഴിപ്പിക്കുന്നു? ബംഗാളിൽ മത്സ്യത്തെയും മറ്റും കഴിപ്പിക്കുന്നു. അവർക്ക് ഇതെല്ലാം ഭക്ഷിക്കേണ്ട എന്താവശ്യമാണ്? ഇന്നയാൾ ഉപരിയായി നിർവ്വാണത്തിലേക്ക് പോയി എന്ന് പറയുന്നു. ബാബ പറയുന്നു, ഇതെല്ലാം കെട്ടുകഥകളാണ്. തിരികെ ആർക്കും തന്നെ പോകാൻ സാധിക്കില്ല. അതേസമയം ആദ്യ നമ്പറിലുള്ളവർക്ക് തന്നെയാണ് 84 ജന്മങ്ങൾ എടുക്കേണ്ടി വരുന്നത്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഇതിൽ യാതൊരു പ്രയാസവുമില്ല. ഭക്തി മാർഗത്തിൽ എത്ര പ്രയാസമുണ്ട്.
രാമ രാമ എന്ന് ജപിച്ച് രോമാഞ്ചമുണ്ടാകുന്നു. അതെല്ലാം ഭക്തിമാർഗമാണ്. നിങ്ങൾക്കറിയാം, ഈ സൂര്യചന്ദ്രന്മാരും പ്രകാശം നൽകുന്നവയാണ്. ഇത് ദേവതമാരൊന്നുമല്ല. വാസ്തവത്തിൽ ജ്ഞാന സൂര്യനും ജ്ഞാന ചന്ദ്രനും ജ്ഞാന നക്ഷത്രങ്ങളുമുണ്ട്. അവരുടേതാണ് മഹിമ. അവർ പിന്നെ പറയുന്നു സൂര്യ ദേവതായ നമഃ എന്ന്. സൂര്യനെ ദേവതയായി മനസ്സിലാക്കി ജലം അർപ്പിക്കുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഇതെല്ലാം ഭക്തിമാർഗമാണ്. അത് വീണ്ടും ഉണ്ടാകും. ആദ്യം ഉണ്ടായിരിക്കുന്നത് ഒരു ശിവ് ബാബയുടെ അവ്യഭിചാരി ഭക്തിയാണ്. പിന്നെ ദേവതമാരുടേത്. പിന്നെ ഇറങ്ങി ഇറങ്ങി ഇപ്പോഴാണെങ്കിൽ നോക്കൂ, മുക്കവലയിലും മൺവിളക്ക് കത്തിച്ച് എണ്ണയൊഴിച്ച് അതിനെയും പൂജിക്കുന്നു. തത്വങ്ങളുടെയും പൂജ ചെയ്യുന്നു. മനുഷ്യരുടെയും ചിത്രമുണ്ടാക്കി പൂജിക്കുന്നു. ഇപ്പോൾ ഇതിലൂടെ പ്രാപ്തിയൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. ഈ കാര്യങ്ങൾ കുട്ടികളായ നിങ്ങൾ തന്നെയാണ് മനസ്സിലാക്കുന്നത്. ശരി, മധുരമധുരമായ സിക്കിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ആത്മാവിൽ നിന്നും മോശമായ സംസ്കാരങ്ങളെ മാറ്റുന്നതിനായി ദേഹി അഭിമാനി ആയിരിക്കുന്നതിൻ്റെ അഭ്യാസം ചെയ്യണം. ഇത് അന്തിമ 84-ാം ജന്മമാണ്. വാനപ്രസ്ഥ അവസ്ഥയാണ്. അതിനാൽ പുണ്യ ആത്മാവാകുന്നതിൻ്റെ പ്രയത്നം ചെയ്യണം. ദേഹത്തിൻ്റെ സർവസംബന്ധങ്ങളെയും ഉപേക്ഷിച്ച് ഒരു ബാബയെയും രാജധാനിയും ഓർമ്മിക്കണം. ബീജത്തിൻ്റെയും വൃക്ഷത്തിൻ്റെയും ജ്ഞാനം സ്മരിച്ച് സദാ ഹർഷിതമായിരിക്കണം. വരദാനം: ഉപരാമവും എവർ റെഡിയുമായി ബുദ്ധിയിലൂടെ അശരീരി സ്ഥിതി അഭ്യസിക്കുന്ന സർവ കലകളിലും സമ്പന്നനായി ഭവിക്കട്ടെ. ഇതുപോലെ സർക്കസിൽ കല കാഴ്ചവെക്കുന്ന കലാകാരന്മാരുടെ ഓരോ കർമ്മവും കലയായി മാറുന്നു. ആ കലാകാരന്മാർ ശരീരത്തിൻ്റെ ഏത് അവയവത്തെയും എങ്ങനെ ആഗ്രഹിക്കുന്നു, എവിടെ ആഗ്രഹിക്കുന്നു, എത്ര സമയം ആഗ്രഹിക്കുന്നുവോ മോൾഡ് ചെയ്യുവാൻ സാധിക്കുന്നു. ഇത് കലയാണ്. കുട്ടികളായ നിങ്ങൾ ബുദ്ധിയെ എത്ര സമയം ആഗ്രഹിക്കുന്നുവോ, എവിടെ സ്ഥിതി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവോ അവിടെ സ്ഥിതി ചെയ്യിക്കൂ. ഇതുതന്നെയാണ് ഏറ്റവും വലിയ കല. ഈ ഒരു കലയിലൂടെ 16 കല സമ്പന്നമായി മാറും. ഇതിനു വേണ്ടി ഓർഡർ അനുസരിച്ച് 1 സെക്കൻഡിൽ അശരീരിയായി മാറുവാൻ കഴിയും വിധം ഉപരാമവും എവർ റെഡിയും ആകൂ. യുദ്ധത്തിൽ സമയം പോകരുത്. സ്ലോഗൻ: സരളതയുടെയും സഹനശീലതയുടെയും ഗുണം ധാരണ ചെയ്യുന്നവർ തന്നെയാണ് സത്യമായ സ്നേഹിയും സഹയോഗിയും. അവ്യക്ത സൂചന: ഈ അവ്യക്ത മാസത്തിൽ ബന്ധനമുക്തമായിരുന്ന് ജീവൻ മുക്തസ്ഥിതി അനുഭവിക്കൂ. ആരാണോ പരമാത്മാ ജ്ഞാനികളായ കുട്ടികൾ, അവർക്ക് ജ്ഞാനത്തിൻ്റെ ഫലമായ മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും സമ്പത്ത് സംഗമത്തിൽ തന്നെയാണ് പ്രാപ്തമാകുന്നത്. ജ്ഞാനം എന്നാൽ വിവേകം എന്നർത്ഥം. വിവേകശാലികൾ ഓരോ കർമ്മം ചെയ്യുമ്പോഴും സദാ സ്വയം തന്നെ ബന്ധനമുക്തവും സർവ ആകർഷണങ്ങളിൽ നിന്നും മുക്തവും ആക്കുന്നതിൻ്റെ വിവേകം നിലനിർത്തുന്നു. അവരുടെ ഓരോ സങ്കല്പത്തിലും വാക്കിലും കർമ്മത്തിലും സംബന്ധ സമ്പർക്കത്തിലും മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും സ്റ്റേജ് ഉണ്ടായിരിക്കും. അതിനെ വേറിട്ടതും പ്രിയപ്പെട്ടതും എന്ന് പറയുന്നു. ഓം ശാന്തി.
സാകാര സ്മൃതികൾക്ക് ഉപരിയായി ഞാൻ എൻ്റെ വാസ്തവിക സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഭൃഗുടി മധ്യത്തിൽ തിളങ്ങുന്ന നിരാകാരി ആത്മസ്വരൂപത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. എൻ്റെ ഈ അനാദി വാസ്തവിക സ്വരൂപത്തിൽ ശാന്തിയുടെ ശക്തി നിറഞ്ഞിരിക്കുന്നു. ഈ സ്ഥിതിയിൽ ഞാൻ ശക്തി സമ്പന്നമാണ്. എന്നിൽ നിന്നും ശാന്തിയുടെയും ശക്തിയുടെയും കിരണങ്ങൾ നാനാഭാഗത്തും വ്യാപിക്കുന്നു. ഇപ്പോൾ ഞാൻ സ്മൃതിയുടെ ശക്തിയാൽ ശബ്ദത്തിൻ്റെ ലോകത്ത് നിന്നും മാറി നിരാകാരി ദേശ നിവാസിയാകുന്നു. ഈ നിരാകാരി ദേശത്തിൽ നിരാകാരനായ ജ്ഞാന സൂര്യനായ ശിവബാബയുടെ തേജസ്വി സ്വരൂപത്തിനു മുന്നിൽ സ്ഥിതി ചെയ്യുന്നു. മഹാജ്യോതിയായ ജ്ഞാന സൂര്യനിൽ നിന്നും ശക്തികളുടെ കിരണങ്ങൾ എന്നിൽ പതിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കിരണങ്ങൾ എന്നിൽ ഉൾക്കൊള്ളപ്പെടുമ്പോൾ ഞാൻ മാസ്റ്റർ സർവശക്തിവാൻ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ശക്തിശാലി സ്ഥിതിയിൽ സർവഗുണങ്ങളും ശക്തികളും സ്വതവേ എമർജ് രൂപത്തിൽ ആകുന്നു. ഈ ശക്തിശാലി നിരാകാരി സ്ഥിതിയിൽ ഞാൻ നിർഭയമാണ്, നിർവികൽപ്പമാണ്. ലൈറ്റ് ഹൗസ്, പവർ ഹൗസ് സ്വരൂപമാണ്. ഈ അവസ്ഥയിൽ എൻ്റെ മനസ്സും ബുദ്ധിയും സ്വച്ഛവും സ്പഷ്ടവുമാണ്. മായയുടെ സൂക്ഷ്മ റോയൽ വിഘ്നങ്ങളെ പോലും തിരിച്ചറിഞ്ഞ് അവയെ സമാപ്തമാക്കാനുള്ള ശക്തി എനിക്കുണ്ട്. ജ്ഞാന സൂര്യൻ്റെ പ്രകാശ കിരണങ്ങൾ എൻ്റെ ചിത്തത്തെ പ്രകാശമാനമാക്കുന്നു. ജ്ഞാനം മാസ്റ്റർ ജ്ഞാന സൂര്യനായി മാറുന്നു. ഈ സമ്പന്ന സ്ഥിതി പ്രാപ്തമാക്കി ശബ്ദത്തിൻ്റെ ലോകത്തിൽ സാകാര ദേഹത്തിൽ സ്മൃതി സ്വരൂപമായി സ്ഥിതി ചെയ്യുന്നു.